ദേവ് ട്രാവൽ വേൾഡിൻ്റെ 142ാമത്തെ വീഡിയോ. രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജയ്പൂരിലെ പ്രസിദ്ധമായ മോത്തി ദുംഗ്രിക്ക് സമീപത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗണപതി മുഖ്യദേവനായ ഒരു ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ് മോത്തി ദുംഗ്രി. AD 1761 സേത്ത് ജയറാം പലിവാളിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് മുന്നിലായി കാണുന്ന ഈ മലമുകളിലാണ് മോത്തി ദുംഗ്രി സ്ഥിതി ചെയ്യുന്നത്. ജയ്പൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പിങ്ക് സിറ്റി എന്ന പദം ഓർമ്മയിലേക്ക് ഓടിയെത്തും. AD 1876 രാജ രാം സിംഗ് വെയിൽസ് രാജകുമാരൻ ആൽബർട്ട് എഡ്വേർഡ് ഏഴാമനെ നഗരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി നഗരത്തിലെ മുഴുവൻ ചുമരുകളിലും പിങ്ക് നിറം പൂശി. ആതിഥ്യമര്യാദയുമായി ബന്ധപ്പെട്ട ഈ പിങ്ക് നിറം പൂശൽ ജയ്പൂരിന് വ്യതിരിക്തമായ രൂപവും പിങ്ക് സിറ്റി എന്ന വിശേഷണവും നൽകി. ജയ്പൂർ നഗരത്തിലെ പ്രസിദ്ധമായ ജോഹരി ബസാറിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ജയ്പൂർ ആഭരണങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണിത്. കുന്ദൻ, ജഡൗ, രത്നക്കല്ലുകൾ ഉൾപ്പെടെയുള്ള ആഭരണങ്ങളും മീനകാരി, പോൾക്കി ആഭരണങ്ങളും തേടി ആളുകൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ ബസാറിലെത്തുന്നു. പരമ്പരാഗത രാജസ്ഥാനി ആഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളും വിൽക്കുന്ന ധാരാളം കടകളും ഈ ബസാറിലുണ്ട്. ബന്ദാനി, ലഹരിയ സാരികളും എംബ്രോയ്ഡറി ചെയ്ത ബെഡ്ഷീറ്റുകളും ഇവിടുത്തെ മറ്റുൽപ്പന്നങ്ങളാണ്. ദീർഘദൂരം ഈ നഗരത്തിലൂടെ യാത്ര ചെയ്തിട്ടും എനിക്കിരുവശവും കാണുന്നത് പിങ്ക് നിറത്തിലുള്ള കെട്ടിടങ്ങൾ മാത്രമാണ്. പിങ്ക് സിറ്റി എന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ നഗരങ്ങൾ ഓരോന്നും അതിൻ്റെതായ തനിമയിൽ നിലനിൽക്കുന്നു. ഓരോ നഗരവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജോഹരി ബസാറിലേക്കുള്ള ദൂരം കേവലം 4 കിലോമീറ്ററാണ്. ജയ്പൂരിലെ നഗരപ്രദേശങ്ങൾ സാമാന്യം വൃത്തിയുള്ളതും സുരക്ഷിതവുമാണെന്ന് പറയാം. ജയ്പൂരിലെ പ്രസിദ്ധമായ ബാപ്പു ബസാറിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ജയ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബാപ്പു ബസാറിലെത്താം. ഇവിടുത്തെ കടകൾ, അവയുടെ ബോർഡുകൾ എല്ലാം തന്നെ ഒരേ രീതിയിൽ ഡിസൈൻ ചെയ്തതാണെന്ന് കാണാം. ബാപ്പു ബസാറിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം ഒന്ന് വേറെ തന്നെയാണ്. തുകൽ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ബ്ലോക്ക് പ്രിന്റുകൾ, സുഗന്ധദ്രവ്യങ്ങൾ, ലാക്ക് വളകൾ, ജയ്പുരി കമ്പിളി വസ്ത്രങ്ങൾ, ലഹങ്കകൾ, മോജ്രികൾ അതായത് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ ഷൂസ് എന്നീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ധാരാളം കടകൾ ഈ ബസാറിലുണ്ട്. ജയ്പൂരിനടുത്തുള്ള ബഗ്രു പട്ടണത്തിൽ 400-ലേറെ വർഷം മുമ്പ് തുടക്കം കുറിച്ച ബാഗ്രു പ്രിന്റ് ഡൈയിങ്ങും ബ്ലോക്ക് പ്രിന്റിങ്ങും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. സന്ദർശകരിൽ ഏറെ കൗതുകമുണർത്തുന്ന കാഴ്ചകളും ഷോപ്പിംഗ് അനുഭവങ്ങളുമാണ് ജയ്പൂരിലെ ബാപ്പു ബസാർ നൽകുന്നതെന്ന് നിസ്സംശയം പറയാം. രാജസ്ഥാനിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.